ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. മഞ്ഞ കളർ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കുറച്ചേ ഉള്ളൂ, രാവിലത്തെ കാര്യങ്ങൾ മാത്രം. അത് കഴിഞ്ഞ് കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾക്ക് ചപ്പാത്തിയാണ്. പിന്നെ കറിക്കായിട്ട് ഞാൻ പരിപ്പ് കറി ഇട്ടത്. ഞാൻ തലേ ദിവസം ഇങ്ങനെ പനീർ ഉണ്ടാക്കാം, ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തക്കാളി ഇല്ലാണ്ട് ഇത് രണ്ടും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ പരിപ്പ് കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മളന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചതായിരുന്നു. അപ്പം ഞാൻ വലിപ്പമൊന്നും നോക്കിയില്ല. അപ്പോൾ സാധാരണ മേടിക്കണ പരിപ്പിനെക്കാട്ടിലും ഭയങ്കര സൈസ് കുറവാണ്, ഭയങ്കര ചെറിയ പരിപ്പ്. അതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഞാനവിടെ ഓഫർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും നോക്കാണ്ട് കണ്ണും പൂട്ടി ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കണേക്കാട്ടിലും മുന്നേ തന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴച്ച് വന്നു കഴിഞ്ഞപ്പോൾ അളവ് കുറഞ്ഞു എന്നൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ കറക്റ്റാണ് ഞാൻ എടുത്ത് വെക്കാറ്. കൂടുതലായിട്ട് എടുത്ത് വെച്ച് വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കറക്റ്റ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉരുട്ടി നോക്കി ഉരുളയാക്കി വെക്കുകയാണ്. ഇനി എങ്ങാനും കുറവാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ വലിയ ഉരുളയൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് എല്ലാവർക്കും തികയ്ക്കാമല്ലോ. പക്ഷെ കറക്റ്റ് അളവിന് തന്നെ വന്നു സാധനം. പിന്നെ എന്നെപ്പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് ഈ ചപ്പാത്തി പരത്തുക കുഴയ്ക്കുക എന്നുള്ളതിനോട് പേഴ്സണലി വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചപ്പാത്തി തിന്നാൻ ഇഷ്ടമാണെങ്കിലും ഇച്ചിരി മെനക്കേടാണല്ലോ ഇത്. പരത്തലും കുഴയ്ക്കലും ചുടലും ഒക്കെ ഇത്തിരി മെനക്കേടാണല്ലോ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഞാനിതിൻ്റെ വേറെ കുറേ വീഡിയോസിൽ ഞാൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഒരു യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അതൊക്കെ നോക്കുന്ന ഒരാളാണ് ഞാൻ. സിമ്പിളായിട്ടൊരു ഇത് പറയട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന മതത്തിലെ ദൈവങ്ങൾ, ഒന്നാൾ പള്ളിയിൽ പോകുമ്പം അമ്പലത്തിൽ പോകുമ്പം നമ്മൾ ഈശോ, അല്ലാ, പിന്നെ കൃഷ്ണൻ, ഇപ്പം അല്ലെങ്കിൽ ആരായിരുന്നെങ്കിലും ഇവരോടൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വൺസ് അവർക്ക് ആ ആഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പം കുറേ ആൾക്കാരൊക്കെ ആ ഒരു കിട്ടിയ അന്ന് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് ഒരു താങ്ക് യു ഒക്കെ പറയും. ദൈവമേ എനിക്കത് തന്നതിന് ഒരുപാട് നന്ദി കേട്ടോ എന്നൊക്കെ. ചില ആൾക്കാർ ആ ഒരു ഭാഗത്തേക്കേ തിരിയില്ല, നന്ദി പോലും അവർ പറയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണ്ട് മുതലേ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ കിട്ടുള്ളൂ. അതെന്താ പറയുക, നമ്മളുടെ ജസ്റ്റ് ഒരു ലോ പോലെ അവർ പറയുന്നതാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവുക, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കുള്ള എല്ലാത്തിനും നമ്മൾ നന്ദി പറയാം. അപ്പം ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഞാൻ എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു 5 മിനിറ്റ് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഞാനിങ്ങനെ പറയും. കാരണം നമുക്ക് എന്താ പറയുക, കിടക്കാൻ ഒരു വീടുണ്ട്, നമ്മൾ നല്ലൊരു ഭർത്താവുണ്ട്, പാരൻസ് ഉണ്ട്, പിന്നെ നമുക്ക് ശ്വസിക്കാൻ നല്ല വായുവുണ്ട്, വെള്ളമുണ്ട്, എന്താ പറയുക, ഇതൊക്കെ നമുക്ക് കറണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ആരെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് ശ്വസിക്കാൻ വായു കിട്ടിയതിന്, കുടിക്കാൻ വെള്ളം കിട്ടിയതിന് നന്ദി എന്നൊക്കെ പറയുന്ന എത്ര പേര് നിങ്ങളുടെ ഇടയിലുണ്ട്? അങ്ങനെ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പം നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഇതുപോലത്തെ കുഞ്ഞിത് മുതൽ വലിയത്, നമുക്ക് ഈ വായു എന്ന് പറയുന്നത് കുഞ്ഞു കാര്യമൊന്നും അല്ല കേട്ടോ, വലിയ കാര്യം തന്നെയാണ്. ഒരു സെക്കൻഡ് അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്ദി പറയാം. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിനും നന്ദി പറയുമ്പോൾ അത് പിന്നെയും ഡബിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. സോ എന്ത് കിട്ടിയാലും അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ചോദിക്കുക. ആ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇതുവരെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ജീവിതത്തിന് നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞു കാര്യങ്ങൾ വരെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മൾക്ക് പിന്നെയും 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 നമ്മളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്. നമ്മളൊരു പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മളുടെ മനസ്സിൽ എന്താണോ നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളുടെ ലൈഫിൽ നടക്കുക. കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ അവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിലുണ്ടാവും. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവർ 24/7 അവർ ആ ഒരു കുറവ് മാത്രമായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ല കുറേ കാര്യങ്ങൾ അവരെ അതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ പിന്നെ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോണില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അതിന് ഡബിൾ ഇരട്ടി സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. അതിന് നന്ദി പറഞ്ഞിട്ട് അത് നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ തനിയെ നമ്മുടെ ലൈഫിൽ സന്തോഷം സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ എല്ലാവരും രാവിലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതൊന്നും ചെയ്യണം എന്നൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങണേക്കാട്ടിൽ മുന്നേ ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ പോലെ ആദ്യം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഓർക്കുക നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾ. അതിന് ഓരോന്നും എണ്ണി 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 പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളങ്ങനെ ഒരു 2 ആഴ്ച ഒന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് സന്തോഷവും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഒരു ബുക്ക്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബുക്ക് എടുക്കുക. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ആ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും നമുക്കത് ഓൾറെഡി കിട്ടി എന്നുള്ള രീതിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. ഒരു ജേണൽ പോലെ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടി എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നന്ദി പറയുക. അപ്പോൾ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ. പിന്നെ പ്രത്യേകം പറയേണ്ടത്, ഇനി നമ്മൾക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്നതിനും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനും നന്ദി എന്നുള്ള രീതിക്ക് എല്ലാത്തിനും അങ്ങനെ നന്ദി പറഞ്ഞു നോക്കി. നമ്മുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര എന്താ പറയുക, ചത്തുകുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് വരെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനത്തെ നല്ല ശീലങ്ങളൊക്കെ കുട്ടികൾ ചെറുതിലേ മുതലൊന്ന് പഠിപ്പിക്കുക. അവർ പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ അവർക്കും എല്ലാവർക്കും ഒരു നന്ദിയൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ നമ്മൾ കൊണ്ടെടുക്കുന്ന ഒരു സംഭവമായിരിക്കണം താങ്ക് യു എന്ന് പറയുന്ന ഒരു ഇത്. ഈവൻ പൈസയുടെ ഒരു ഇത് പറയുന്നുണ്ട്. നമ്മൾക്ക് എപ്പോഴും പൈസ നമ്മളുടെ ഇതിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് മുതൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചിലവാക്കുമ്പം കുറച്ച് പൈസ കൂടുതലുള്ളത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മേടിക്കുവാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ബില്ല് നോക്കിയിട്ട് പക്ഷേ എൻ്റെ പൊന്നി ഇത്രയും പൈസയായി എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ശരിക്കും ഈ ഒരു ബുക്സിലൊക്കെ ഒരു തിയറി ബേസ്ഡ് പറയേണ്ടത് അങ്ങനെയല്ല. നമ്മൾ പൈസ വാങ്ങിയും കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ താങ്ക് യു എന്നുള്ള പറയണം എന്നാണ് പറയണത്. അപ്പോഴാണ് നമ്മൾക്ക് പൈസ നമ്മുടെ ഇതിലേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം എന്താ പറയുക ലോജിക്കാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞിരുന്നു, നമ്മുടെ കയ്യിലിപ്പം എല്ലാവർക്കും കുറേ പൈസയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു 10 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ പറയാം അശ്ശോ എൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ. അതിന് പകരം പറയേണ്ടത് എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. അതാണ് ആ ഒരു ടോണിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ എപ്പോഴും ഉള്ളതിന് നന്ദി പറയുക. ഡെഫിനറ്റ്ലി അതിൻ്റെ ഡബിൾ നമ്മുടെ ലൈഫിലേക്ക് വരും. അതിനുള്ള വഴികൾ തെളിയും. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ പണിയെടുക്കാനൊക്കെ വില്ലിങ് ആയാൽ പോലും അവർക്ക് നല്ലൊരു ജോബ് സെറ്റ് ആവുമോ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ മേ ബി ഇങ്ങനെ ആയിരിക്കാം. അവരവരുടെ ദുഃഖങ്ങൾ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ എപ്പോഴും നമ്മൾ എന്താണെങ്കിലും ഒരു 10 രൂപയാണ് നമ്മൾക്കൊരു കുഞ്ഞി വീടാണെങ്കിലും നമ്മൾക്ക് ഉള്ളത്, എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്, അങ്ങനെ പറയാം. എല്ലാം പോസിറ്റീവായിട്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് അങ്ങ് അടിപൊളിയായിട്ട് ജീവിക്കുക. ഭയങ്കര സൂപ്പറായിട്ട് ലൈഫ് മാറും കേട്ടോ. അപ്പോൾ എൻ്റെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു. പിന്നെ ഞാനിന്ന് പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് വലിയ ഇതൊന്നുമില്ല കേട്ടോ, ചപ്പാത്തീൻ്റെ കൂടെ പരിപ്പ് കറി കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മുട്ടക്കറിയും പനീറോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഒന്നും വെക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സംഭവം ഇല്ലെങ്കിൽ ആ കറി അങ്ങ് വൃത്തിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പരിപ്പ് കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പരിപ്പിലേക്ക് സവാള ഇട്ടിട്ട് ഉപ്പിട്ട് നമ്മൾ വേവിക്കും. പിന്നെ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
പകുതി സവാളയാണ് ഞാൻ മറ്റേൻ്റെ ഉള്ളിലിടുകയുള്ളൂ. അതൊന്ന് മൂപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇടും. ഇതും സൂപ്പറൊക്കെയാണ്. പക്ഷെ പണ്ടൊക്കെയാണ് ചപ്പാത്തിക്ക് ഇങ്ങനെ സ്ഥിരം പരിപ്പ് കറി ഉണ്ടാക്കാറ്. ഇപ്പം അത് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടന് ഇന്നലെ രാത്രി കിടന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചപ്പാത്തിക്ക് കറി പരിപ്പ് കറിയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ പിന്നെ ചപ്പാത്തി വേണ്ട, ഉച്ചയ്ക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏട്ടന് വേണ്ട, ഞങ്ങൾക്ക് മാത്രം മതി. അപ്പോൾ പിന്നെ കുറച്ച് വരുത്തിയാൽ മതി. അങ്ങനെ ഞാൻ ചപ്പാത്തി ചുട്ടിട്ടില്ല തോന്നുന്നു. ചപ്പാത്തി പരത്തി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പിൻ്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം സെറ്റായിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാനിങ്ങനെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. പണ്ടെന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നെ, ഇത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ചെയ്തൊന്നും ശീലമായി കഴിഞ്ഞപ്പോൾ അത്ര വലിയൊരു ടാസ്ക് തോന്നണില്ല. പണ്ട് വല്ലപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാം. എനിക്കെന്തോ കുറേ ആൾക്കാർ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ ഞാൻ ആ ഒരു മാവ് വെച്ചിട്ട്, പൊടി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് ഞാൻ അവരെ വേറെ എന്തെങ്കിലും അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുമോ, കുഴയ്ക്കുന്നതിൻ്റെയൊക്കെ വ്യത്യാസമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ എപ്പോഴും ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയെ മേടിക്കുക. റേഷൻ കടയിൽ നിന്ന് നമ്മൾ ഇത് മേടിക്കുന്നുണ്ട്. അത് വല്ലപ്പോഴും ദോശയൊക്കെ ചുടുമ്പോൾ, ദോശ ഇവിടെ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ വല്ല പലഹാരമൊക്കെ ഉണ്ടാക്കുമല്ലേ, വറക്കുക പൊരിക്കുക, അങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഞങ്ങൾ ആ ഗോതമ്പ് പൊടി എടുക്കാറ്. അല്ലാത്തപ്പോൾ മിക്കപ്പോഴും മറ്റേ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പിന്നെ ഞാൻ അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിൽ വേറെ ഡ്രസ്സ്, ഇതിൽ വേറെ ഡ്രസ്സ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റത്തെ ഇത് ഞാൻ വേറെ ദിവസമാണ് എടുക്കുന്നത്. കാരണം ആ ഒരു വീഡിയോ കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. സത്യം പറഞ്ഞാൽ ബാക്കാണ് ലാസ്റ്റ് കാണിക്കണേ. അപ്പോൾ ഭയങ്കര മോശമല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ വേറെ വീഡിയോ എടുത്തത്. പിന്നെ അന്ന് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾക്ക് ഉച്ചയ്ക്ക് നമുക്ക് മറ്റേ കുമ്പളങ്ങക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുട്ട പൊരിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ അത് കഴിച്ചു. വൈകുന്നേരം കഴിഞ്ഞപ്പം ചിക്കന് വിലക്കുറവാണെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ശനിയാഴ്ച അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ചു കഴിച്ചു. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ വന്ന്. അപ്പോൾ എന്തായാലും ശരി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് മറക്കരുത്. എപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് താങ്ക് യു ഈ 2 വാക്ക് എപ്പോഴും എല്ലാവരും സൂക്ഷിക്കുക. ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റീവ് ഭയങ്കര ഹാപ്പിനെസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ശരി കേട്ടോ. ടാറ്റാ.